ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് മൈക്രോവേവ് ഓവനിൽ ഇതിനകത്ത് കാണിക്കുന്ന മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞാൽ ഗോദ്റേജിൻ്റെ ഇയോൺ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറി വരുന്നതാണ്. പക്ഷേ കോമൺ ആയിട്ടുള്ള മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കാണുന്നത് നമുക്ക് ക്ലോക്കാണ്. അത് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിങ് അത് കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ തൊട്ട് താഴെയുള്ളത് വെച്ചിട്ട് നമുക്ക് ഈ മെനു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. ആദ്യം കാണുന്നത് ഓയിൽ ഫ്രീ എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകും. ഓയിൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം ഇവിടെ ഓഫ് ഓയിൽ ഫ്രീ എന്നുള്ളതാണ് കാണിക്കുന്നത്, OF എന്നുള്ളത്. ഇവിടെ നമ്മൾ തിരിച്ചാക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ബ്രെഡുണ്ട്, അതിന് കുക്ക് ചെയ്യാനുള്ളതാണ് ഇത് ബ്രെഡ് ബാസ്ക്കറ്റ് എന്നുള്ളത്. ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കാണാം BB എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കാണാം തട്ക അല്ലെങ്കിൽ കറി. നമുക്ക് കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എടുക്കാം. ഇവിടെ TC എന്ന് വന്നിട്ടുണ്ട്. അതല്ല ഇൻ്റർനാഷണൽ എന്നുള്ള ഓപ്ഷനുണ്ട്. അത് IN എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി ഇന്ത്യാസ് ബെസ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ IB എടുക്കുക, ക്യാൻസൽ കൊടുക്കുക. ഇവിടെ നമുക്ക് അടുത്തത് ബാർബിക്യൂ ആണ്. ബാർബിക്യൂവിന് വേണ്ടിയാണെങ്കിൽ നമ്മൾക്കിത് BC എന്നുള്ളത് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ ബാർബിക്യൂ. ഇനി ഡെസേർട്ട് അല്ലെങ്കിൽ സൂപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതെടുക്കുക, DS എന്നുള്ളത്. അപ്പോൾ അവിടെ വരും. ഇത് നമുക്ക് ക്വിക്കായിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പനീർ ഘീ കാർഡൊക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ PG എന്നുള്ള ഓപ്ഷൻ അവിടെ വരും. അടുത്തത് ഫെർമെൻറ്റേഷന് അല്ലെങ്കിൽ കീപ് വാം, അതിനുവേണ്ടി നമ്മൾ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാനാണ് 1 അല്ലെങ്കിൽ 2, 3. ഇവിടെ കാണാം നമുക്ക് 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടെമ്പറേച്ചർ 110 ഡിഗ്രി, 2 ആണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി, 3 ആണെന്നുണ്ടെങ്കിൽ 130 ഡിഗ്രി, 4 ആണെങ്കിൽ 140 ഡിഗ്രി. അതിന് ശേഷമാണ് ടൈമർ എൻ്റർ ചെയ്യേണ്ടത്. 5 ആണെങ്കിൽ 150, 6 ആണെങ്കിൽ 160 ഡിഗ്രി, 7 ആണെങ്കിൽ 170 ഡിഗ്രി, 8 ആണെങ്കിൽ 180 ഡിഗ്രി, 9 ആണെങ്കിൽ 190 ഡിഗ്രി. ഇനി ഇത് കൂടാതെ ഗ്രില്ലിന് വേണ്ടി പ്രത്യേകം ബട്ടണുണ്ട്. നമുക്കവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 0 ഉണ്ട്, 200 ഡിഗ്രിക്കാണ്. ഈ 0 പ്രസ് ചെയ്താൽ. ഇനി ഡീഫ്രോസ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ തണുത്ത ഭക്ഷണം അല്ലെങ്കിൽ ഇറച്ചിയോ മീൻ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഡീഫ്രോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളവും സമയമൊക്കെ ലാഭിക്കാൻ നമുക്ക് തണുപ്പ് മാറാൻ. ഇതാണത്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ടേൺ ഗ്രില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇത് വെച്ചിട്ട് തിരിക്കാൻ പറ്റും. അതിനാണ് ഈ ഓപ്ഷൻ. ഇനി ഡിയോഡറൈസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലീനിങ് ആണ്. സ്റ്റീം ക്ലീനുണ്ട്, അതിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുന്ന ഈ കൺവെക്ഷൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത് ബേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇടുമ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹീറ്റിംഗ് മാത്രമല്ല, ഇതിനകത്തെ ഫാനൂടെ പ്രവർത്തിച്ച് അത് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതാണ് ടൈമർ. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ടൈമർ കാണിച്ചു തരാം. അത് ഈ ടൈമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ 10 മിനിറ്റ്സ് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ 10 മിനിറ്റ്സ് എന്നുള്ള സെറ്റായി. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ടൈമർ ഒന്നുകൂടെ കാണിക്കാം. ജസ്റ്റ് ടൈമറെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇപ്പോൾ 20 മിനിറ്റ്സ് വേണമെങ്കിൽ 20 പ്രസ് ചെയ്തിട്ട് വീണ്ടും 00 എന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ 20 മിനിറ്റ്സ്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇത് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് എന്നുള്ളത് കണ്ടാൽ 30 സെക്കൻഡ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. കണ്ടല്ലോ. ഇനി ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് വീണ്ടും ഒന്നുള്ള പ്രസ് ചെയ്താൽ 1 മിനിറ്റിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.